നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവിയായ സച്ചിദാനന്ദനുമായിരുന്നു ഇന്നത്തെ വാർത്തകളിലെ താരങ്ങൾ. അതായത് ആദ്യത്തെ ആളിൻ്റെ പ്രസ്താവനയാണ് ഇന്ന് വിവാദമായത്. ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുന്നെയാണ് സാദിഖ് അലി തങ്ങൾ ഒരു പൊതുപരിപാടിക്കിടയിൽ ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന മറ്റൊന്നുമല്ല, ഇന്ന് രാജ്യത്ത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അതായത് സാദിഖ് അലി തങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് പറഞ്ഞത്. അതായത് രാമക്ഷേത്രം അത് രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ആവശ്യമായിരുന്നു. സുപ്രീം കോടതി വിധി പ്രകാരമാണ് അത് നിർമ്മിക്കപ്പെട്ടത്. അതോടുകൂടി രാമക്ഷേത്രം എന്ന വസ്തുത അത് രാജ്യത്തുണ്ട്, അതിനെ അംഗീകരിക്കണം. അതുപോലെ തന്നെ പുതുതായി വരാൻ പോകുന്ന അയോധ്യയിൽ പുതുതായി വരാൻ പോകുന്ന മസ്ജിദ്, ഇത് രണ്ടും രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ചിഹ്നങ്ങൾ തന്നെയാണ് എന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തെറിവിളിയും ഒക്കെ നടക്കുന്നത്. സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം നിലപാടിൽ നിന്ന് മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില തീവ്ര മുസ്ലിം സംഘടനകളും ആ സംഘടനകളിൽപ്പെടുന്ന പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്ക് നേരെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പണ്ടൊക്കെ, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരെ മുസ്ലിം ലീഗിൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. അതായത് അവിടെ ഉണ്ടായിരുന്ന തർക്കമന്ദിരം, അതിനെ ബാബറി മസ്ജിദ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ഹൃദയവികാരമാണ് ബാബറി മസ്ജിദ് എന്നും ബാബറി മസ്ജിദ് മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്നുവെന്നും അതിനെ RSS തകർത്തുവെന്നും ബാബറി മസ്ജിദിനെ ആ തകർക്കപ്പെട്ട സ്ഥലത്ത് തന്നെ പുനർനിർമ്മിക്കണം എന്നുവരെ ആവശ്യപ്പെടുകയായിരുന്നു ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ. പക്ഷേ ഇപ്പോൾ അവരുടെ നയം മാറിയിരിക്കുന്നു. അവർ അന്ന് പറഞ്ഞത് തെറ്റാണ്. സത്യത്തിൽ അന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പോലെയുള്ള, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ പോലെയുള്ള സംഘടനകൾ പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല. ഇന്ന് സാദിഖ് അലി പറഞ്ഞ അതേ വാക്കുകളായിരുന്നു. രാമക്ഷേത്രം എന്നത്, രാമജന്മഭൂമി എന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആ ജന്മഭൂമിയിൽ ഭവ്യമായ രാമമന്ദിരം ഉയരണം. അത് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ആവശ്യമാണ് എന്നാണ് അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘമടക്കമുള്ള സംഘടനകൾ പറഞ്ഞിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് അന്നെടുത്ത നിലപാടിതിന് കടകവിരുദ്ധമായിരുന്നു. പക്ഷേ ഇന്ന് അവർ മനസ്സിലാക്കുകയാണ് തങ്ങളുടെ പഴയ നിലപാട് തെറ്റായിരുന്നു. ഇപ്പോൾ, അതായത് അന്നത്തെ സംഘത്തിൻ്റെ നിലപാട് തന്നെയാണ് ശരി, അതാണ് വസ്തുത എന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പോലും ഏറ്റുപറയുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അതിനെ അംഗീകരിക്കുന്നു എന്നാണ്. മാത്രമല്ല, ചെറിയ ചില മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളും സംഘടനകളുമൊക്കെ ഇപ്പോഴും പഴയ ബാബറി മസ്ജിദ് എന്ന തർക്കമന്ദിരവും കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. സുപ്രീം കോടതി വിധിയുണ്ടായി, ആ വിധിക്ക് മുന്നേ തെളിവുകൾ നിരത്തപ്പെട്ടു, അതിനു മുന്നേയുള്ള ചരിത്രം, ഇതൊക്കെയും ഇവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് മുസ്ലിം ലീഗ് എന്ന സംഘടനയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തർക്കമൊന്നുമില്ല. അവർ RSSൻ്റെ നിലപാടിനോട് അടുത്തു വരുന്നു എന്ന് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവി സച്ചിദാനന്ദനെയാണ് ഇന്നല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ശ്രീകുമാരൻ തമ്പി ആ രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നു. അയാളുടെ ഇന്നത്തെ ചില ചെയ്തികൾ, അതായത് സച്ചിദാനന്ദൻ്റെ ഇന്നത്തെ ചില ചെയ്തികളാണ് വാർത്താ ലോകത്ത് കൗതുകം സൃഷ്ടിച്ചത്. അതായത് ശ്രീകുമാരൻ തമ്പി പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് കേരള ഗാനം എഴുതാനായി ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഒരു ഗാനം എഴുതി നൽകുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം അതിൻ്റെ പല്ലവി മാറ്റിക്കൊടുക്കുന്നു. പിന്നീട് നന്ദി പറയുന്നു. പിന്നീട് വീണ്ടും വേറൊരാളെ കൊണ്ട് ആ പാട്ട് എഴുതിക്കുന്നു. ഈ ശ്രീകുമാരൻ തമ്പിയെപ്പോലുള്ള ഒരു പ്രശസ്തനായ കവി എഴുതിയ ആ വരികൾ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുപോലും അദ്ദേഹത്തെ അറിയിക്കാതെ വേറെ ഗാനം അണിയിച്ചൊരുക്കിക്കൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചു എന്നതാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്. ഈ അപമാനത്തെക്കാൾ വലിയ അപമാനമാണ് ഇന്ന് നമ്മുടെ അന്താരാഷ്ട്ര കവി ചെയ്തു വച്ചത്. അതായത് അദ്ദേഹം ഇന്ന് ടെലിവിഷൻ ക്യാമറകളുടെ മുന്നിൽ വന്നിട്ട് ശ്രീകുമാരൻ തമ്പി അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ക്ലീശേ വരികളായിരുന്നു, അത് സമിതിയാണ് നിരാകരിച്ചത് എന്നാണ്. ഈ സമിതി നിരാകരിച്ചിട്ടില്ലെന്നും ആ കമ്മിറ്റി
ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ പാട്ട് പോലും കേട്ടിട്ടില്ല എന്നും ലീലാവതി ടീച്ചർ അടക്കം പിന്നീട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അവിടെ പൊളിഞ്ഞു വീഴുന്നത് ഈ പറയുന്ന സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവിയുടെ ചില കുൽസിത വൃത്തികളാണ്. തീർച്ചയായും ശ്രീകുമാരൻ തമ്പി സർ പറയുന്നതിൽ 100% കാര്യമുണ്ട് എന്ന് വേണം ഈ സാഹചര്യ തെളിവുകൾ വിശദമാക്കിയാൽ അല്ലെങ്കിൽ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുക. അതായത് ശ്രീകുമാരൻ തമ്പിയോട് ഈ പാട്ടെഴുതാൻ ആവശ്യപ്പെടുന്നു, അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നു, നിർബന്ധിച്ച് വീണ്ടും എഴുതിക്കുന്നു, വീണ്ടും അദ്ദേഹം പിന്മാറാൻ ശ്രമിക്കുന്നു, വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്ന് എഴുതിക്കുന്നു. അതിനുശേഷം സ്വന്തം ഇടപെടലുകൾ നടത്തി ആ പാട്ടിനെ അവിടെ നിന്ന് മാറ്റുന്നു, പിന്നീട് ഇദ്ദേഹത്തെ അപമാനിക്കുന്നു. ഇത് തീർച്ചയായും ശ്രീകുമാരൻ തമ്പി പറഞ്ഞതുപോലെ ഒരു ഹിന്ദു സംഘടനയിൽ നിന്നും അവാർഡ് വാങ്ങിയതുകൊണ്ട് തന്നെ ബഹിഷ്കരിക്കണം എന്ന് ഈ സച്ചിദാനന്ദൻ മലയാള സാഹിത്യ ലോകത്തോട് ആഹ്വാനം ചെയ്തു. ഈ ആഹ്വാനത്തോട് താൻ അന്ന് പ്രതികരിച്ചത് ശരിയാണ്. സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവി എന്ന് സച്ചിദാനന്ദനെ വിളിച്ചു. അതിനുള്ള ചുരുക്കാണ് ഈ കവി ഇന്ന് കാട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സാഹിത്യരംഗത്ത് മലയാളികളുടെ ഐക്കണുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കവികൾ, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ എഴുതിയിട്ടുള്ള വികലമായ വരികൾ പലതും ഇന്ന് മലയാളത്തിന് ഓർമ്മയുണ്ട്. പക്ഷേ ഭാരതീയതയോട് ചേർന്ന് നിൽക്കുന്ന കവിയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അവഗണിക്കാനും മാറ്റി നിർത്താനും ഒക്കെയാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര കവി ശ്രമിച്ചത് എന്ന് ഇന്നത്തെ വാർത്തകളിൽ നിന്നും മലയാളിക്ക് വായിച്ചെടുക്കാൻ കഴിയും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.